ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്, നാം നമ്മുടെ ശരീരത്തിൽ സംവഹിക്കുന്നത് ക്രിസ്തുവിന്റെ അടയാളമോ അതോ തിന്നതിന്റെയും കൊന്നതിന്റെയും ഒക്കെ അടയാളമോ? ഇതിലേത് വേണേലും നമുക്ക് സംഭവിക്കാം. യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ മാറണമെങ്കിൽ നാം സംവഹിക്കേണ്ടത് ക്രിസ്തുവിന്റെ അടയാളമാണ്. സംഭവം ഞാൻ ഓർക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, അദ്ദേഹത്തിന്റെ കാലയിലെ ഈ മാംസമൊക്കെ പറഞ്ഞു പോയതിന്റെ ചില പാടുകളും കാര്യങ്ങളൊക്കെ, കുഴികളും കാര്യങ്ങളൊക്കെ അദ്ദേഹം കാണിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ വീട്ടുകാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഈ ലോറിയിൽ നിന്ന് തടിയിറക്കിയപ്പം അതെല്ലാം കൂടി എൻ്റെ മേത്ത് വന്ന് വീണ് അങ്ങനെ അപകടമുണ്ടായി സംഭവിച്ചതാണ്. അങ്ങനെയാണ് ലോകം ധരിച്ചിരിക്കുന്നത്. വീട്ടുകാരല്ല, വീട്ടുകാര് ശരിക്കും അവർക്കറിയാം ഇതങ്ങനെ സംഭവിച്ചല്ല എന്ന്. ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത കാരണം വീട്ടുകാർ പോലും, പുള്ളിയുടെ അളിയന്മാരും അങ്ങനെയുള്ള വ്യക്തികള് അവര് ചേർന്ന് ഇരുട്ടടി നടത്തിയതാണ്. കുറുവടിക്കും മറ്റുമൊക്കെ അടിച്ച് ആ മനുഷ്യന്റെ മാംസമൊക്കെ പറഞ്ഞു പോയിട്ട് മരിച്ചു പൊക്കോളും എന്ന് വിചാരിച്ച് വഴിയിലിട്ടിട്ട് പോയതാണ്. അദ്ദേഹത്തിന്റെ ആയുസിന്റെ ബലം കൊണ്ട് മരിച്ചില്ല. അതുകൊണ്ടാണ് ആ കാലയിലെ പാടുകളൊക്കെ കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ പഴയ സ്വഭാവം കൊണ്ട് എനിക്ക് കിട്ടിയ കാര്യം. ഒരുപക്ഷെ നാം തിന്നതിൻ്റെ, തല്ലുണ്ടാക്കിയതിൻ്റെ, കൊന്നതിൻ്റെ, അങ്ങനെയുള്ള പലതിൻ്റെയും അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ സംവഹിക്കുന്നവരായിരിക്കാം. വേറെ ചിലര് അവരുടെ മുട്ടയിലെ മുട്ടുകുത്തിയതിൻ്റെ പാട്, അതല്ലെങ്കിൽ അതുപോലെ ത്യാഗമനുഷ്ഠിച്ചതിൻ്റെ അടയാളങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ശരീരത്തിൽ കാണിക്കാനുണ്ടാകും. പല വിശുദ്ധരുടെയും ജീവിതത്തിലേക്ക് നോക്കിയാൽ അവരേറ്റെടുത്ത പരിത്യാഗ പ്രവൃത്തികൾ, അതിൻ്റെയൊക്കെ അടയാളം അവരുടെ ശരീരത്തിൽ അവർ സംഭവിക്കുന്നവരാണ്. അപ്പോൾ ദൈവമക്കളാണെങ്കിൽ, ക്രിസ്ത്യാനികളാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നാം സംവഹിക്കേണ്ടത് ഏതടയാളമാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഏതാനും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരാത്മീയ സമരമാണ്. സ്പിരിച്വൽ വാർഫെയർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതാണ് ക്രിസ്തീയ ജീവിതം. ഒരാത്മീയ സമരമാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ നമ്മൾ ആയുധങ്ങൾ എടുക്കണം. ഇല്ല എങ്കിൽ ഈ സമരത്തിൽ നമ്മൾ പരാജയപ്പെടും. കാരണം സാത്താൻ വരുന്നത് ആയുധങ്ങൾ എടുത്താണ് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. യോഹന്നാൻ 15-ാം അധ്യായം 18 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തുവിനുള്ളവരെ സാത്താന് തൊടാൻ പോലും പറ്റില്ല. നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സാത്താനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-16 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും, അതാരാണെങ്കിലും, അതൊരു അൽമേനിയോ വൈദികനോ മെത്രാനോ മാർപ്പാപ്പ ആരും ആയിക്കോട്ടെ, ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവരിൽ പിതാവിൻ്റെ സ്നേഹം ഉണ്ടാകില്ല. പിതാവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്, ആത്മാവിലുള്ള ജീവിതം, അതുണ്ടാകില്ല ലോകത്തെ സ്നേഹിക്കുന്നവര്. എന്നിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇപ്പൊ ദൈവത്തിൽ നിന്നുള്ളതല്ല. ദൈവത്തോട് നമ്മെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാൻ അനുവദിക്കുന്ന കാര്യങ്ങളല്ല ഈ 3 കാര്യങ്ങൾ. ഇവയ്ക്കാണോ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം നമ്മൾ കൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയണം. യോഹന്നാൻ 14:15, സങ്കീർത്തനം 26-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, ശത്രുക്കൾ, പരീക്ഷണം എന്നിവ എന്താണ് എന്നുള്ളത് ഈ വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ ശരിക്കും നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ നാം അവിടുത്തെ കൽപ്പനകൾ പാലിക്കും. കൽപ്പനകൾ അനുസരിക്കാതെ ജീവിക്കുന്നവര് ദൈവത്തിന്റെ ശത്രുക്കളാണ്. നാം ദൈവത്തോട് വെച്ച് പുലർത്തുന്നത് ശത്രുതയാണ്, അതല്ലാതെ ഒരു ആത്മീയ ബന്ധമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. വിശ്വസ്തത ദൈവം എപ്പോഴും ഉരച്ചു നോക്കും. ദൈവം ഉരയ്ക്കുമ്പോൾ കളർ മാറാതിരിക്കുന്നവര് വിശ്വസ്തരാണ്. അതേക്കുറിച്ചും നമ്മൾ കാണുന്നുണ്ട്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, പരീക്ഷിക്കപ്പെടുമ്പോഴാണ് നാം നമ്മുടെ വിശ്വസ്തത തെളിയിക്കുന്നതും ജാരസന്തതികളാകാതെ ദൈവത്തിന്റെ മക്കളായി മാറുക. സങ്കീർത്തനം 26-ാമത്തെ വചനം, കർത്താവേ അവിടുന്ന് എന്നെ ഉരച്ചു നോക്കിക്കൊള്ളുക, എൻ്റെ നിറം മാറില്ല എന്ന് സങ്കീർത്തകന് പറയാൻ സാധിച്ചു. നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ളത് നാം കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ക്രിസ്ത്യാനിക്ക് യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. നമ്മളെ ദ്രോഹിച്ച വ്യക്തികളോ നമ്മുടെ എന്തെങ്കിലും അടിച്ചു മാറ്റിയ വ്യക്തികളോ അവരല്ല യഥാർത്ഥ ശത്രു, പിശാചാണ്. 1 പത്രോസ് 5-ാം അധ്യായം 8-ാമത്തെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നിന്റെ ശത്രുവായ പിശാച്. ശത്രുക്കൾ എന്നാണ് പറഞ്ഞിട്ടില്ല, നിന്റെ ശത്രു പിശാച്. ആ രീതിയിൽ നമുക്ക് ആ വചന സന്ദേശം എടുക്കാൻ സാധിച്ചാൽ നമുക്ക് മാർഗഭ്രംശം വരാതിരിക്കും. അതല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചവരെല്ലാം
ശത്രുക്കളായിട്ട് കാണും. മനസ്സിൽ അവരോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാവും. അതുമൂലം നമുക്ക് ദൈവത്തിൻ്റെ കൃപ ചോർന്നു പോവുകയും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും എന്നുള്ളത് നാം തിരിച്ചറിയണം. മത്തായി 4-ാം അധ്യായം അല്ലെങ്കിൽ ലൂക്കാ 4-ാം അധ്യായം എടുത്താൽ യേശുവിന് പല രീതിയിലുള്ള പ്രലോഭനങ്ങളുണ്ടായി. സാത്താൻ അവനെ വട്ടം കറക്കുന്ന അല്ലെങ്കിൽ അവനെ തലങ്ങും വിലങ്ങും പരീക്ഷിക്കുന്ന രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. അവിടെയെല്ലാം അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോയ വ്യക്തിയാണ് യേശു എന്ന് നമുക്കവിടെ കണ്ടെത്താൻ പറ്റും. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നാം ധരിക്കേണ്ടതായിട്ടുള്ള ചില ആയുധങ്ങൾ, നാം എടുക്കേണ്ടതായിട്ടുള്ള ചില ആയുധങ്ങൾ. ഈ ആത്മീയ സമരത്തിൽ വിജയം വരിക്കണമെങ്കിൽ ഈ ആയുധങ്ങൾ നമ്മൾ എടുക്കണം. 5 പ്രധാനപ്പെട്ട ആയുധങ്ങളെക്കുറിച്ച് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ 2 കൊരിന്ത്യർ 10:4 അവിടെ പറഞ്ഞിട്ടുണ്ട്, നാം എടുക്കുന്നത് ജഡികമായ ആയുധങ്ങളല്ല. ജഡികമായിട്ടുള്ള ആയുധങ്ങൾ എടുത്തുള്ള ഒരു സമരത്തിലല്ല നമ്മളിപ്പോൾ നീങ്ങുന്നത് എന്ന കാര്യം നാം തിരിച്ചറിയണം. മത്തായി 26:51-52 വചനങ്ങൾ എടുക്കുമ്പോൾ വാളെടുത്ത് വെട്ടിയ വ്യക്തിയോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, വാള് ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാലെ നശിക്കും എന്നുള്ളത് കർത്താവ് തന്നെ സൂചിപ്പിച്ച ഒരു കാര്യം. അതുകൊണ്ട് നമുക്ക് വാളിൻ്റെ ശക്തിയോ ജഡികമായിട്ടുള്ള ആയുധങ്ങളോ ഇതൊന്നും അല്ല നമുക്ക് വേണ്ടത് എന്നുള്ളത് നാം തിരിച്ചറിയണം. 5 ആയുധങ്ങൾ ക്രിസ്ത്യാനി ഈ ആത്മീയ സമരത്തിൽ വിജയം വരിക്കാൻ എടുക്കേണ്ട 5 ആയുധങ്ങൾ. ഒന്നാമത്തേത് നമ്മൾ കാണുന്നുണ്ട്, പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾ ആയുധമാക്കുക. യേശുവിൻ്റെ മനോഭാവം അത് നമുക്ക് ആയുധമാകാൻ നമുക്ക് സാധിക്കണം. നമ്മളിത് കാണുന്നത് യെശയ്യാ 42, യെശയ്യാ 49, 50, 52 ഇവിടെയെല്ലാം നമ്മൾ കാണുന്നു യേശു സഹനദാസനായിട്ട് വരാനിരിക്കുന്ന ആ രക്ഷകൻ സഹനദാസനായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത്. യെശയ്യാ 50:6 മുതൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, അവൻ്റെ താടിമീശ പറിച്ചപ്പോഴും അവൻ മുഖം തിരിച്ചു കളഞ്ഞില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. ഈ യേശുവിൻ്റെ മനോഭാവം നമുക്ക് ആയുധമായിട്ട് മാറണം. രണ്ടാമത്തേതാണ് ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ളത്. റോമ 13:14, ഗലാത്യർ 3:27 ഇതെല്ലാം വായിക്കുമ്പോൾ നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച് തന്നെ ക്രിസ്തുവിനെ ധരിക്കാൻ വേണ്ടിയാണ്. വസ്ത്രം ധരിക്കുന്നത് പോലെ യേശുവിനെ ധരിക്കേണ്ടവരാണ് ദൈവമക്കൾ എന്നുള്ളത് നാം മനസ്സിലാക്കണം. മൂന്നാമത്തേതാണ് ക്രിസ്തുവിൻ്റെ അടയാളം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കണം. പൗലോസിലെ പറഞ്ഞൊരു കാര്യം, ഞാനത് സംഭവിക്കുന്നു, നിങ്ങളും ആ അടയാളം സംഭവിക്കണം. ഗലാത്യർ 6:17 വായിക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്നത് അതാണ്. നാലാമത്തെ കാര്യമാണ് ദൈവം തന്നെ നമുക്ക് തുണയാവുക എന്നുള്ളത് ഒരായുധമായിട്ട് മാറണം. 2 മക്കബായർ 8:18 വായിക്കുമ്പോൾ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ ദൈവം പരാജയപ്പെടുത്തിക്കൊള്ളും. ആ ദൈവത്തെ നമ്മൾ തുണയാക്കി മാറ്റിയാൽ. സക്കറിയ 4:6 പറഞ്ഞിട്ടുണ്ട്, സൈന്യബലമല്ല ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ യുദ്ധത്തിൽ നമുക്ക് വിജയം നൽകുക. 5ാമത്തെ അവസാനത്തെ ആയുധമാണ് ദൈവത്തിൻ്റെ ആയുധങ്ങൾ. എഫേസസ് 6:10 മുതൽ 17 വരെയുള്ള വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സത്യം ബെൽറ്റാക്കണം, നീതി കവചമാക്കണം, സമാധാനം ഷൂസ് ആക്കണം, വിശ്വാസം പരിചയാക്കണം, രക്ഷ ഹെൽമറ്റ് ആക്കണം, വചനം വാളാക്കി മാറ്റണം. ഒരു പടയാളി പോകുമ്പോൾ അവര് ഏറ്റെടുക്കുന്ന കാര്യങ്ങളാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പടയാളികളായി മാറുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ആയുധങ്ങൾ എടുക്കുന്നെങ്കിൽ ഈ ആത്മീയ സമരത്തിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. ആ ഒരു ബോധ്യത്തോടെ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ഒരു പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹപ്രദമായ ഒരു നോമ്പ് കാലം കൂടി ഞങ്ങൾക്ക് നൽകിയ നല്ല ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പാപം മൂലം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും പ്രപഞ്ചത്തിന് പോലും വന്നുപോയ എല്ലാ വൈകൃതങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ആത്മീയ സമ്പത്തുള്ളവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇന്നത്തെ ഞങ്ങളുടെ അവസ്ഥ ഏറ്റെടുത്ത് ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ അങ്ങ് സാധിച്ചു തരികയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെയും ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.